ഹലോ എവ്രി വൺ. ഞങ്ങൾ ടെക്സസിലുള്ള ഗൺ ബാരൽ സിറ്റിയിൽ വന്നിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണുവാനായിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ അവളുടെ വെക്കേഷൻ ഹോമായ ലേക്ക് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ആ ഏരിയയിൽ ചെറിയ ചെറിയ വെക്കേഷൻ ഹോമുകൾ ധാരാളമുണ്ട്. അതിൻ്റെ ബാക്കിൽ ഒരു ലേക്കും ഒക്കെ ഉണ്ട്. ഈ ഗൺ ബാരൽ സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലേക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ റിലാക്സിങ് ആയിട്ട് ഇരിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫിഷിങ്ങും ഒക്കെ നമുക്ക് ചെയ്ത് വളരെ റിക്രിയേഷണലായിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വീടിൻ്റെ ഫ്രണ്ടാണ്. കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു വെൽക്കം സൈനൊക്കെ കാണാം. ഫ്രണ്ടിലൊരു സിറ്റ് ഔട്ടൊക്കെ ഉണ്ട്. ചുരുൾ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് റിലാക്സ് ചെയ്യുവാനായിട്ട് ധാരാളം സ്ഥലമുണ്ട്. ഇത് വീടിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ്. ഇത് ചെല്ലുന്നുണ്ടെങ്കിൽ ലിവിങ് റൂമാണ്. ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ്. ഫുള്ളി ഫർണിഷ്ഡാണ് എല്ലാ ബെഡ്റൂംസും. വളരെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് നല്ല വൃത്തിയായിട്ട് വെൽ മെയിൻറ്റെയിനായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. പിന്നെ ഇത് കാണുന്നത് കിച്ചണാണ്. ഇത് സെക്കൻഡ് ബെഡ്റൂമാണ്. നിങ്ങൾ കാണാം, ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ എല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിനെ. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ്. ഇത് ഡൈനിങ് റൂമാണ്. ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. പിന്നെ നല്ല സ്പെഷ്യലായിട്ട് വെൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി റൂമാണ്. വലിയ ഫാമിലി റൂമാണ് ഇത്. പിന്നെ കുറച്ചകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇത് വേറെ ഒരു ഫാമിലി റൂമാണ്. മറ്റേ റൂമിനെക്കാട്ടി അല്പം ചെറുതാണ്. പക്ഷേ ഇത് വീടിൻ്റെ ബാക്കിൽ നിന്ന് കയറി വരുമ്പോൾ റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് പറ്റിയ ഒരു റൂമാണ്. പിന്നെ അവരുടെ ഫോർത്ത് ബെഡ്റൂമാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ വീടിൻ്റെ ബാക്കിലോട്ട് പോകുന്ന ഡോറാണ് ഇത്. നിങ്ങൾക്ക് കാണാം, അവിടെ ഊഞ്ഞാലുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഊഞ്ഞാൽ. ഓണത്തിൻ്റെ സമയം കൂടെ ആയതുകൊണ്ട് ഊഞ്ഞാലിലൊക്കെ ഒന്ന് ആടുവാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നെ പുറകിൽ വെച്ചിരിക്കുന്നതൊക്കെ ബോട്ടാണ്. നമുക്കതിട്ട് വെളിയിലുള്ള ലേക്കിലേക്ക് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. പിന്നെ ആ പുറകെ കാണുന്നതാണ് ലേക്ക്.